ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം, സുദിനം, പ്രണാമം. ഹരിനാമകീർത്തനം ഇപ്പോൾ 58-ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു. ശ്ലോകം നോക്കാം. വദനം നമുക്കുശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കുദതി ഉലകേഴു രണ്ടുമിഹ ഭവനം നമുക്കു ശിവ നയനങ്ങൾ രാത്രി പകൽ അഹമേവ വിഷ്ണുതനു നാരായണായ നമ. ഈ വരികളിൽ എന്താണെന്ന് നോക്കാം. വദനം നമുക്കു ശിഖി, എൻ്റെ മുഖം അഗ്നിയാണ്. വസനങ്ങൾ സന്ധികളും, വസ്ത്രങ്ങൾ 3 സന്ധികളാണ്. ഉദരം നമുക്കുദതി, എൻ്റെ വയറാണ് സമുദ്രം. ഉലകേഴു രണ്ടുമിഹ, ഭവനം നമുക്ക്. 14 ലോകങ്ങളും എൻ്റെ ഭവനമാണ്. നയനങ്ങൾ രാത്രി പകൽ, കണ്ണുകൾ രാത്രിയും പകലും. ശിവ, മംഗളവാചിയായ ഒരു പദം. അഹമേവ വിശ്വതനു, വിശ്വം തന്നെ ശരീരമായുള്ള വിരാട് രൂപിയായി ഉള്ളതും ഞാൻ തന്നെ. നാരായണായ നമ, നാരായണനായി നമസ്കാരം. ഇവിടെ പറയുന്നു, എൻ്റെ മുഖമാണ് അഗ്നി. 3 സന്ധികൾ ഞാൻ മാറി മാറി ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. സമുദ്രം എൻ്റെ വയറാണ്. 14 ലോകങ്ങളും എൻ്റെ ഭവനമാണ്. രാത്രിയും പകലും എൻ്റെ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു. ശിവ വിശ്വതനു ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയായ ആ നാരായണ ഇന്ദിരൊടുക്കിയ നമസ്കാരം എന്ന് പറയുന്ന ഇവിടെ എഴുത്തച്ഛ. 55 തൊട്ടുള്ള 3 കീർത്തനങ്ങൾ യോഗിയുടെ അനുഭൂതികളാണ്. അതായത് 55 തൊട്ടുള്ള 3 കീർത്തനങ്ങൾ മുമ്പേ നമ്മൾ പറഞ്ഞത്, അത് യോഗികളെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് തന്നിരുന്നത്. ജീവിതത്തെയും പ്രപഞ്ച രഹസ്യങ്ങളെയും ഭക്തിസാന്ദ്രമായ ബുദ്ധി കൊണ്ട് അറിയുന്ന യോഗി തൻ്റെ യോഗചര്യ ഏതെങ്കിലും ദേവതാ സങ്കല്പവുമായി ബന്ധപ്പെടുത്തിയാണ് ആരംഭിക്കുന്നതെങ്കിൽ എല്ലാം ദേവതാരൂപമായി കാണും. ശ്രീനാരായണനിലുള്ള ഭക്തിയാണ് ഹരിനാമകീർത്തനം ചെയ്യാൻ ആചാര്യനെ പ്രേരിപ്പിക്കുന്നത്. ഹരിയിലൂടെ പ്രപഞ്ചമാകെ വിശകലനം ചെയ്ത ആചാര്യൻ എല്ലാം വിഷ്ണുമയമായി കാണുന്നു. കണ്ണിൽപ്പെടുന്നതെല്ലാം വിഷ്ണു രൂപം. എല്ലാ ശബ്ദങ്ങളും വിഷ്ണുവിനെ ആരാധിക്കുന്ന സങ്കീർത്തനങ്ങളായിട്ട് കാണുന്നു. എല്ലാ പ്രവൃത്തികളും നാരായണന് അർച്ചനയായിട്ട് പ്രപഞ്ചമാകെ ഹരിരൂപം. ഇതാണ് നമ്മൾ യാതൊന്നു കാണുന്നതു നാരായണ പ്രതിമ എന്ന ശ്ലോകങ്ങളിലൂടെ പറഞ്ഞത്. ചക്രപാണിയായി ഫണിരാജതൽപ്പത്തിൽ വനമാല കൗസ്തുഭാദി അലങ്കാരങ്ങളോടെ സ്ഥിതി ചെയ്യുന്നത് താൻ തന്നെയാണെന്ന ബോധം ഉണരുന്നതാണ് 56-ാമത്തെ കീർത്തനത്തിൽ നമ്മൾ കണ്ടത്. താൻ തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും ലയിപ്പിക്കുന്നതും എന്നും തന്നെ നിന്നുളവായ വിക്ഷേപമാവരണ രൂപങ്ങളെ മായാശക്തികൾ ആ കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. ആ അറിവാണ് 57-ാമത്തെ പദ്യത്തിൻ്റെ വിഷയം. തൻ്റെ വിക്ഷേപമാവരണ ശക്തികൾ കൊണ്ട് പ്രതീയമാനമാകുന്ന വിശ്വവും താൻ തന്നെയാണ് എന്നാണ് ആ പദ്യത്തിൻ്റെ ഉള്ളടക്കം. യോഗിയും മനുഷ്യ ശരീരത്തിൽ ബദ്ധനാണ് എന്നതോർത്താലേ ആചാര്യൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന അനുഭൂതിയുടെ അല്പ അംശമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതായത് പറഞ്ഞു വന്നത്, യോഗിയാണെങ്കിലും ആ യോഗാവസ്ഥ വിട്ടുകഴിഞ്ഞാൽ അവർ മനുഷ്യ ശരീരം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തെ കാണിക്കുന്നു എന്നാണ്. മാംസരക്താസ്ഥി മജ്ജാദികൾ കൊണ്ട് നിർമ്മിച്ച പഞ്ചഭൂതാത്മകമായ ശരീരം യോഗി ത്യജിച്ചിട്ടില്ല ഒരിക്കലും. യോഗസമാധിയായാലും സമാധി ബന്ധമഴിയുമ്പോൾ മറ്റു മനുഷ്യരെ പോലെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും രുചിക്കാനും ഘ്രാണിക്കാനും യോഗിക്ക് കഴിയും. എന്നു മാത്രമല്ല, ആഹാരനിദ്രാദികളും യോഗിക്ക് വേണം. മനസ്സിനുണ്ടാകുന്ന ഉന്മനീഭാവം കൊണ്ട് മാത്രം യോഗി ഈശ്വരനായി തീരുന്നില്ല എന്നർത്ഥം. എത്ര യോഗാവസ്ഥയിലിരുന്നാലും അവർക്ക് മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള ആ കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരും എന്നാണ് പറയുന്നത്. വിശ്വാമിത്രൻ, വസിഷ്ഠൻ, അഗസ്ത്യൻ തുടങ്ങിയ
ചിലർ ഈശ്വരൻ്റെ വിഭൂതികൾ ചില അവസരത്തിൽ പ്രയോഗിച്ചിട്ടുള്ളതായി പറയുന്നു, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അത്തരം അപൂർവ സന്ദർഭങ്ങളിലൊഴികെ അവരും ഏറെക്കുറെ മനുഷ്യ സഹജമായ പ്രവൃത്തി തന്നെയാണ് സ്വീകരിച്ചു കൊണ്ടിരുന്നത്. നമുക്കറിയാം, ലോകനന്മയ്ക്കായി ഭഗവാൻ തൻ്റെ ജീവൻ മുക്തനായ യോഗിയെ മനുഷ്യ ശരീരത്തിൽ തുടരാൻ നിയോഗിക്കുന്നു. താൻ ബ്രഹ്മമാണെന്ന ബോധം ഉണ്ടായി എങ്കിലും ബ്രഹ്മത്തിൻ്റെ നിർഗുണത്വം യോഗിയുടെ ശരീരത്തിൽ തുടരുന്ന ജീവാത്മാവിന് കിട്ടുന്നില്ല. ഒരു പടി താഴോട്ട് ഇറങ്ങി അഹമേ വിഷ്ണു എന്ന ബോധം ഉണ്ടാകുമ്പോഴും പ്രയോഗതലത്തിൽ വിഷ്ണുവിനുള്ള വിഭൂതികൾ യോഗിക്ക് കിട്ടുന്നില്ല. ഭഗവാന്റെ പ്രപഞ്ച പ്രവർത്തന രൂപമായ ലീലകളിൽ ചിലപ്പോൾ വിഷ്ണുവിൻ്റെ വ്യാപനശീലമോ ജഗദ്രക്ഷണ സാമർഥ്യമോ പ്രയോഗിക്കാൻ യോഗിക്ക് കഴിഞ്ഞേക്കാം. അത് ശാശ്വത ഭാവമല്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇനിയും ഒരുപടി താഴോട്ടിറങ്ങി യോഗി സ്വയം കർത്താവായിട്ട് ഉണരുന്നു. മായയുടെ വിക്ഷേപമാവരണ ശക്തികളും തന്നിൽ നിന്നുണ്ടായവ ആണ് എന്ന് അറിയുകയാണ് ആ സമയത്ത്. അപ്പോഴും ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുവാനുള്ള കഴിവ് യോഗിക്ക് ലഭിക്കുന്നില്ല. പ്രപഞ്ച സൃഷ്ടി താനാണ് നടത്തുന്നത് എന്ന ബോധം അനുഭൂതമായി ഉണ്ടാകുന്നതേയുള്ളൂ. തന്നിൽ നിന്നുണ്ടായ പ്രപഞ്ചം താൻ തന്നെയാണെന്നും താൻ വിശ്വതനു ആണെന്നുമുള്ള ബോധത്തിലേക്ക് താണു വരുന്ന അനുഭൂതിയുടെ അവരോഹണമാണ് ഈ പദ്യത്തിൽ. ഭഗവാന്റെ വിശ്വരൂപം തൻ്റെ വിശ്വരൂപമാണെന്ന ഉണ്മ ആചാര്യൻ അനുഭവിക്കുന്നു. 16-ാം കീർത്തനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പോലെ വിരാട് രൂപ ധ്യാനമാണ് ഇവിടെ താൻ തന്നെ വിരാട് എന്ന അനുഭൂതി ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അഗ്നി സർവവ്യാപിയാണ്, ദേവന്മാരുടെ മുഖവുമാണ്. ദേവതാ സങ്കല്പത്തോടെ അർച്ചിക്കപ്പെടുന്ന വസ്തുക്കൾ സ്വീകരിക്കുന്നത് അഗ്നിയാണ്. അതായത് ഹോമാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ വസ്തുക്കളും അഗ്നിയാണ് ആ ദേവതയുടെ സങ്കല്പത്തിൽ അത് സ്വീകരിക്കുന്നത്. ആ അഗ്നി എൻ്റെ മുഖമാണ് എന്നറിയുമ്പോൾ സർവ്വദേവതകളും താൻ തന്നെയാണ് എന്നർത്ഥം. സന്ധ്യകൾ വസനങ്ങളും ഭൂമിയുടെ ഭ്രമണത്തിൽ അത് ഏറ്റുവാങ്ങുന്ന സൂര്യപ്രകാശത്തിൻ്റെ സ്വഭാവമനുസരിച്ച് 3 സന്ധ്യകൾ, അതായത് പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, പ്രദോഷ സന്ധ്യ എന്നിങ്ങനെ. രാത്രിയുടെ അവസാനവും പകലിൻ്റെ തുടക്കവും ചേരുന്നതാണ് പ്രഭാത സന്ധ്യ. സൂര്യപ്രകാശത്തിൻ്റെ ഉയർച്ചയും ക്ഷയവും ചേരുന്നത് മധ്യാഹ്ന സന്ധ്യ. പകലിൻ്റെ അവസാനവും രാത്രിയുടെ തുടക്കവും ചേരുന്നത് പ്രദോഷ സന്ധ്യ. പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് ഭൂമിക്ക് ഓരോ സന്ധ്യയിലും വർണ്ണപരിണാമം വരുന്നത് പോലെ തോന്നും. ഭൂമി വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കുന്നതായി വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം. സന്ധ്യകൾ കാലാഗതിയിൽ ആകുന്നതുകൊണ്ട് കാലത്തിൻ്റെ പ്രതീകമായും പറയും. താൻ കാലസ്വരൂപിയാണ് എന്ന ബോധം ഈ പ്രയോഗം കുറിക്കുകയാണ് ഇവിടെ. എല്ലാ ജീവികൾക്കും ജീവനമായ ജലത്തിൻ്റെ ആകരണമാണ് സമുദ്രം. എണ്ണമറ്റ ജീവജാലങ്ങൾക്ക് ജന്മം നൽകിയത് സമുദ്രമാണ്. അനന്തകോടി ജീവജാലങ്ങൾ സമുദ്രത്തിൽ ജീവിക്കുന്നു, നമുക്കറിയാം. ഭൂമിയിലുള്ള എല്ലാ ജലവും ഏറ്റുവാങ്ങി വീണ്ടും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയായും ഉറവയായും നദിയായും പ്രസരിപ്പിച്ചുകൊണ്ട് വീണ്ടും ജലവിതരണ പ്രക്രിയയിലേക്ക് ആ ആധാരത്തിൻ്റെ ഉറവിടം സമുദ്രം തന്നെയാണ്. ആ സമുദ്രത്തെ തൻ്റെ ഉദരമായ സാധകൻ അനുഭവിക്കുകയാണ് ഇവിടെ. 14 ലോകവും തൻ്റെ ഭവനം. താൻ കണ്ണടയ്ക്കുമ്പോൾ ലോകമാകെ ഇരുട്ട് പരക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ ലോകമാകെ പ്രകാശം പരക്കുന്നു. ഇതും സ്വയംകാലത്തിൻ്റെ പ്രതീകമായി കാണുന്ന സങ്കല്പമാണ്. രാത്രിയും പകലും ഒന്നിനെ തുടർന്ന് മറ്റൊന്ന് എന്ന ക്രമത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ദിവസം, ആഴ്ച, മാസം, വർഷം എന്നിങ്ങനെ യുഗകൽപ്പന്യമായ ആ കാലഗണന സാധ്യമാകുന്നത്. അതായത് കാലചക്രം തിരിയുന്നത് ഈ പ്രക്രിയകൾ കൊണ്ടാണ്. ദിവസം, ആഴ്ച, മാസം, വർഷം എന്നിങ്ങനെയുള്ള ആ കാലഗതിയാണ് ഭുവനങ്ങൾ ഉണ്ടാക്കുകയും നശിക്കുകയും ചെയ്യുന്നത്. സർവനിയമകമായ കാലഗതിക്കു കാരണം താൻ കണ്ണു തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതാണെന്ന് സാരം. കൂടുതൽ വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒറ്റവാക്കിൽ തന്നെ പറയാം. അഹമേവ വിശ്വതനു, വിശ്വമാകുന്ന ശരീരത്തോടു കൂടിയ വിരാട്ട് താൻ തന്നെയാണ് എന്ന് പറയാൻ ഇവിടെ അങ്ങനെയുള്ള വിരാട് സ്വരൂപിയായ നാരായണനോട് നമസ്കാരം പറഞ്ഞുകൊണ്ട് എഴുത്തച്ഛൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നമുക്കും ആ വിരാട് രൂപത്തെ, ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ച ശക്തിയെ, അതാണ് വിഷ്ണു ധനു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഈ വരികൾ ഞാൻ നാരായണൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളും, ഉദരം നമുക്കുദതി ഉലകേഴു രണ്ടുമിക. ഭവനം നമുക്കു ശിവ നയനങ്ങൾ രാത്രി പകൽ, അഹമേവ വിശ്വതനു നാരായണായ നമഃ. ഹരി ഓം.